Good morning. My topic is shares with the differential voting rights and board of directors report. Introduction. Shares with the differential voting rights, short ആക്കിയിട്ട് DVRs, means shares that give the holders differential rights as to voting as against the ordinary shareholders of the company. ഒരു കമ്പനിയിലുള്ള ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എടുക്കുന്ന ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. അവരെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനെ കാളിലും അവർക്കൊരു വോട്ടിംഗ് റൈറ്റ്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വോട്ടിംഗ് റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. All Indian companies can issue shares with a differential right as to dividend, voting or otherwise if they comply with such conditions. ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ കമ്പനീസിനും ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും ആസ് ടു ഡിവിഡൻഡ് ആയിട്ടോ വോട്ടിംഗ് ആയിട്ടോ ഓർ അതർവൈസ് ഇഫ് ദേ കംപ്ലൈ വിത്ത് സച്ച് കണ്ടീഷൻ. ലെറ്റ് us discuss that conditions and shares with differential voting rights. Indian public limited companies can issue equity shares with differential voting rights. ഇന്ത്യൻ പബ്ലിക് കമ്പനീസിന് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് പ്രീവിയസ്ലി ഓൺലി ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് കുഡ് ഡൂ സോ. പക്ഷെ കുറച്ച് മുന്നേ പ്രീവിയസ് ടൈംസിൽ ഓൺലി ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ ഇത്തരത്തിൽ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് പബ്ലിക്കും പ്രൈവറ്റുമായിട്ട് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ കമ്പനീസിനും ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ഇഷ്യൂഡ് ദ കമ്പനീസ് റൂൾ 2001 റൂൾ. അപ്പോൾ ഈ ഗവൺമെൻറ് റീസെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കമ്പനീസ് റൂൾ 2001 പ്രകാരമാണ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാപിറ്റൽ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് റൈറ്റ് വന്നിട്ടുള്ളത് റൂൾ 2001 പ്രകാരമാണ്. അണ്ടർ ദ റൂൾ ഓൾ ഇന്ത്യൻ കമ്പനീസ് ക്യാൻ ഇഷ്യൂ വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻറ്റ്. ഈ ഒരു റൂളിൻ്റെ അണ്ടറിൽ എല്ലാ ഇന്ത്യൻ കമ്പനീസിനും ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആസ് ടു ഡിവിഡൻഡ് ആയിട്ടും വോട്ടിംഗ് ആയിട്ടും ഓർ അതർവൈസ് ഇഫ് ദേ കംപ്ലൈ വിത്ത് സച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടും അവർക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ദ കമ്പനീസ് ആക്ട് ഓഫ് 2013 ഓൾസോ ഫോളോ ദ സെയിം ക്രൈറ്റീരിയ. അപ്പോൾ ദ കമ്പനീസ് ആക്ട് 2013 ഈ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ട് 2001 റൂൾ പ്രകാരം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. Let's see what are the conditions. Rules 4 says that every company limited by shares may issue shares with a differential right as to dividend, voting or otherwise. Rule 4 പറയുന്നത് എവറി കമ്പനി ലിമിറ്റേഴ്സിനും ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഷെയർസ്. ബട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് the articles of association of the company authorize the issue of shares with a differential right. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യണം ദ ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഓതറൈസ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് authorized by an ordinary resolution passed at a general meeting of the shareholders. കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ അവർ പാസ് ചെയ്യുന്ന ഒരു ഓർഡിനറി റെസല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണം ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ളത്. ഇത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഓത്തറൈസ് ചെയ്യുന്നത് കമ്പനിയുടെ ഓർഡിനറി റെസല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് പാസ് ചെയ്തതുകൊണ്ടാണ്. Providing that where the equity shares of a company are listed on an organized stock exchange. ഇക്വിറ്റി ഷെയർസ് കമ്പനിയിലെ ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ്. ഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ് അത്തരത്തിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സ് പോസ്റ്റൽ ബാലറ്റിലൂടെ അല്ലെ ഷെയർ ഹോൾഡേഴ്സ് ത്രൂ പോസ്റ്റൽ ബാലറ്റിലൂടെ അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവരെന്തായിരിക്കണം പോസ്റ്റൽ ബാലറ്റിലൂടെ അത് അപ്രൂവ് ചെയ്തിരിക്കണം. The shares with a differential right shall not exceed 26% of the total post-issue paid-up equity share
capital including equity shares with a differential right issue at any point of time. ഈ ഒരു ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് 26%-നെക്കാട്ടിലും കൂടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായിട്ട് നോക്കുന്ന സമയത്ത് അതൊരു 26%-നെക്കാട്ടിലും എക്സീഡ് ആവാനായിട്ട് പാടില്ല. ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ് പറയുന്നത്. ഷാൽ നോട്ട് എക്സീഡ് അപ് ടു ദ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇക്വിറ്റി ഷെയർസ് വിത്ത് differential right issued at any point of time. The company having consistent track record of distributable profit for the last 3 years. കമ്പനിക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിലുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടബിളിനെ പറ്റിയിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡ് കൺസിസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കമ്പനിക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ബേസിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് കണ്ടീഷൻ, ദ കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ ഫില്ലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഫോർ ദ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ഇഷ്യൂ സച്ച് ഷെയർസ്. ആ ഒരു കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫില്ല് ചെയ്യുന്നതിലോ അതുപോലെ തന്നെ ലാസ്റ്റ് 3 ഇയേഴ്സിലുണ്ടാകുന്ന ആനുവൽ റിട്ടേൺസിലോ ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ ദ ഫില്ലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺസ് ഓഫ് ദ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് അത് ആ ഒരു കമ്പനി ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. 3 financial years immediately preceding the financial year in which it is decided to issue such shares. ആ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ ഉണ്ടാവുന്ന ആനുവൽ റിട്ടേൺസിൻ്റെ ബേസിലായിരിക്കണം അത് നോക്കേണ്ടത്. അതിലൊന്നും ഒരിക്കലും ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. നെക്സ്റ്റ്, ദ കമ്പനി ഹാസ് നോ സബ്സിസ്റ്റിംഗ് ഡിഫോൾട്ട് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് എ ഡിക്ലെയർഡ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ കമ്പനിക്ക് ഒരു ഡിഫോൾട്ട് സബ്സിസ്റ്റൻസ് പാടില്ല. എന്തൊക്കെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ഒരു ഡിക്ലെയർഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഡിക്ലെയർഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻറ്റിൽ അവർ ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. ഹാസ് നോ സബ്സിസ്റ്റിംഗ് ഡിഫോൾട്ട് അവിടെ വരുത്താനായിട്ട് പറ്റില്ല. ഓർ റീപേയ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മസ്റ്റേർഡ് ഡെപ്പോസിറ്റ്, അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് മെച്യൂർഡ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ കാര്യത്തിലായാലും ഓർ ഡിബഞ്ചേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ഡ്യൂ ഫോർ റിഡംഷൻ ഓർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതിലോ ഒന്നും കമ്പനി സബ്സിസ്റ്റിംഗ് ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ കമ്പനി ഹാഡ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ദ ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർ. അതുപോലെ തന്നെ കമ്പനി ഒരിക്കലും ഡിഫോൾട്ടഡ് ചെയ്യാൻ പാടാത്തത് ഹാഡ് നോട്ട് ഡിഫോൾട്ടഡ് ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതിലും അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് എനി ലോൺസ്, ഏതെങ്കിലും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക് പോലുള്ള പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എടുത്തിട്ടുള്ള ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺസിൻ്റെ ആയാലും ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. ദാറ്റ് ഹാസ് ബിക്കം റീപേയബിൾ ഓർ ഇൻട്രസ്റ്റ് പേയബിൾ ദെർഫോർ ഓർ ഡ്യൂസ് വിത്ത് റെസ്പെക്റ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ടു എനി അതോറിറ്റി ഓർ ഡിഫോൾട്ട് ഇൻ ക്രെഡിറ്റിംഗ് ദ എമൗണ്ട് ഇൻ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ക്രെഡിറ്റിംഗ് എമൗണ്ടിലായാലും പ്രൊട്ടക്ഷൻ ഫണ്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും ഡിഫോൾട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. The company has not been convicted of any offence arising under താഴെ പറഞ്ഞ 4 ആക്ടിൻ്റെ ബേസിൽ അണ്ടറിൽ കമ്പനിക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഒഫൻസിൽ കമ്പനി ഒരിക്കലും കോൺവിക്റ്റഡ് അല്ല അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല എന്നാണ് പറയുന്നത്. താഴെ പറഞ്ഞ 4 മെയിൻ ആക്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, the Securities and Exchange Board of India Act 1992, the Securities Contract Regulation Act 1956, the Foreign Exchange Management Act 1999.
ഈ 4 ആക്ടിൻ്റെ അണ്ടറിലും ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഒഫൻസ് ഉണ്ടാവുമ്പോൾ അത് ആ കമ്പനി ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. കമ്പനിക്ക് അതിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കൺവിക്റ്റഡും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിച്ച് റെസൊല്യൂഷൻ ഈസ് proposed to be passed is accompanied by an explanatory statement stating. അതുപോലെ തന്നെ ആ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എന്ന് പറയുന്നത് ആ ഒരു റെസൊല്യൂഷനിൽ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് അക്കോമ്പൈൻഡ് ബൈ എൻ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റിംഗ് അക്കോംപ്ലിഷ് ചെയ്തിരിക്കണം. ആ ഒരു മീറ്റിങ്ങിൽ പാസ് ചെയ്യാൻ പോകുന്ന ഒരു നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റോട് കൂടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ ടോട്ടൽ നമ്പേഴ്സ്. അതുപോലെ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡിഫറൻഷ്യൽ റൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. ദ പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ടു ബി ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ഇഷ്യൂസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതുപോലെ തന്നെ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റിൻ്റെ പെർസെൻറ്റേജ് ടു ബി എന്തായിരിക്കണം, അത് ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസിൻ്റെ ഷെയർസ് ആയിരിക്കണം. ദ ഇക്വിറ്റി പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ഇഷ്യൂ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ദ റീസൺ ഓർ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഇഷ്യൂ. ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള റീസൺ ഓർ ഒരു ജസ്റ്റിഫിക്കേഷൻ അത് ഡിഫൈൻ ചെയ്തിരിക്കണം. റീസൺ ഓർ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഇഷ്യൂ അതിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു കണ്ടീഷനാണ് ദ പ്രൈസ് അറ്റ് വിച്ച് സച്ച് ഷെയർസ് ആർ പ്രപ്പോസ്ഡ് ടു ബി ഇഷ്യൂഡ് എയ്തർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. ഏതൊരു പ്രൈസിൻ്റെ ബേസിലാണ് ഈ ഒരു ഷെയർ നിങ്ങൾ ഇഷ്യൂ ചെയ്യാൻ പ്രപ്പോസ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അത് പാറാണോ, പ്രീമിയം ആണോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണോ എന്നുള്ള ഒരു പ്രൈസ് ഏതാണെന്നുള്ളത് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ദ ബേസിസ് ഓൺ വിച്ച് ദ പ്രൈസ് ഹാസ് ബീൻ അറൈവ്ഡ് അറ്റ്. അതുപോലെ തന്നെ പ്രൈസിൻ്റെ ബേസ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെയും പ്രിഫറൻഷ്യൽ ഇഷ്യൂവിൻ്റെയും കേസിൽ വരുന്ന സമയത്ത് വരുന്ന കണ്ടീഷൻസ് ആണ് ഡീറ്റെയിൽ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് പ്രപ്പോസ്ഡ് ടു ബി അലോട്ടഡ് ടു പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജീരിയൽ. അപ്പം എന്താണ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് പ്രപ്പോസ് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഓർ കീ മാനേജീരിയൽ പേഴ്സൺസിനും അലോട്ടഡ് ചെയ്തിരിക്കണം. അത് അവർക്ക് അലോട്ട് ചെയ്തിരിക്കണം ദ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ദ ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് പ്രപ്പോസ്ഡ് ടു ബി അലോട്ടഡ് ടു ദ പേഴ്സൺസ് അതർ ദാൻ പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും കീ മാനേജറിയൽ പേഴ്സൺസും അല്ലാതെ അതർ പേഴ്സൺസിന് അലോട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് എനി പ്രൊമോട്ടേഴ്സ്, അത്തരത്തിലുള്ള അതർ ദാൻ ഡയറക്ടേഴ്സ് ഓർ കീ മാനേജറിയൽ പേഴ്സൺസിനെ നിന്നും അതർ ദാൻ ആയിട്ടുള്ള പേഴ്സൺസിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡയറക്ടേഴ്സായിട്ടോ പ്രൊമോട്ടേഴ്സായിട്ടോ കീ മാനേജീരിയൽ പേഴ്സൺസ് ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതും കൂടി ഡീറ്റെയിൽസ് ആവശ്യമാണ്. In case of public issue reservation, if any for different classes of applicants including promoters, directors or key managerial persons. ഇനി പബ്ലിക് ഇഷ്യൂ റിസർവേഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അപ്ലിക്കൻസ്, അതിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അപ്ലിക്കൻസ് വരും, ഇൻക്ലൂഡിങ് പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും കീ മാനേജറിയൽ പേഴ്സൺസ് ആൻഡ് അതർ പീപ്പിൾസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദ പെർസെൻറ്റേജസ് ഓഫ് വോട്ടിംഗ് റൈറ്റ് വിച്ച് ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ with the differential voting rights shall carry the total voting of the aggregative equity share capital. അപ്പോൾ the percentage of voting right എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റിൻ്റെ പെർസെൻറ്റേജസ് ഓഫ് വോട്ടിംഗ് റൈറ്റിൽ
അത് ക്യാരി ചെയ്യുന്നത് ടു ദ ടോട്ടൽ വോട്ടിംഗ് ഓഫ് ദ അഗ്രിഗേറ്റീവ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അഗ്രിഗേറ്റീവ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ വോട്ടിംഗ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ സ്കെയിൽ ഓർ പ്രപ്പോർഷൻ ഇൻ വിച്ച് ദ വോട്ടിംഗ് റൈറ്റ് ഓഫ് സച്ച് ക്ലാസസ് ഓർ ടൈപ്സ് ഷെയർസ് ഷാൾ വേരി. അത് വേരി ചെയ്തുകൊണ്ട് നിൽക്കും, അതിൽ ചേഞ്ചസ് വന്നുകൊണ്ട് നിൽക്കും. ദ സ്കെയിൽ ഓർ പ്രപ്പോർഷൻ ഇൻ വിച്ച് ദ വോട്ടിംഗ് റൈറ്റ് എന്നതിനെ ബേസ് ചെയ്തിട്ട് സച്ച് ക്ലാസ്സസോ അല്ലെങ്കിൽ സച്ച് ടൈപ്പോ അത് വേരി ചെയ്തുകൊണ്ട് നിൽക്കും. ഷെയർസ് വേരി ചെയ്തുകൊണ്ട് നിൽക്കും. ദ ചേഞ്ച് ഇൻ കൺട്രോൾ ഇഫ് എനി ഇൻ ദ കമ്പനി ദാറ്റ് മേ ഒക്കർ കോൺസിക്വൻസ് ടു ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ്. ഇത്തരത്തിലുള്ള ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സിൻ്റെ ഇഷ്യൂവിൽ കമ്പനിയിൽ കുറച്ച് കോൺസിക്വൻസസ് ഒക്കർ ചെയ്യും. അതല്ല ആ ചേഞ്ചിൽ വരുന്ന കൺട്രോൾ ചെയ്യാതെ ചേഞ്ച് ഇൻ കൺട്രോൾ ഇഫ് എനി ഇൻ ദ കമ്പനിയിൽ ഒക്കർ ചെയ്യുന്ന കോൺസിക്വൻസസ്, ഇതിൻ്റെ ഇഷ്യൂവിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. The diluted earnings per share percent to the issue of such shares calculated in accordance with the applicable accounting standards. ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള ഏർണിങ്സ് പെർ ഷെയറിൻ്റെ പെർസെൻറ്റേജ്, അത് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ സമയത്ത് ഡയല്യൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വാല്യൂ കുറച്ച് കുറച്ചിട്ടുള്ള ഏർണിങ്സ് പെർ ഷെയറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ അക്കോർഡൻസിൽ ആയിരിക്കും. The pre- and post-issue shareholding pattern along with the voting rights as per clause 35 of the listing agreement issued by Security Exchange Board of India from time to time. സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ടൈം ടു ടൈം ആയിട്ട് ക്ലോസ് 35 വരുന്ന എന്താ പ്രീ ഓർ പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ്, പ്രീ ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ അലോങ് ചെയ്തിരിക്കുന്നത് വോട്ടിംഗ് റൈറ്റ് ആസ് പെർ ക്ലോസ് 35 പ്രകാരമാണ്. ഓഫ് ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഇഷ്യൂ, ആ ഒരു ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് സെബിയാണ്. ടൈം ടു ടൈം ആയിട്ട് the company shall not convert existing equity share capital with voting rights into equity share capital carrying differential voting rights and vice versa. കമ്പനി ഒരിക്കലും അതിൽ കൺവിക്റ്റഡ് ആയിരിക്കില്ല എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഇൻറ്റു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാരിയിങ് ഡിഫറൻഷ്യൽ വോട്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാരിയിങ് വോട്ടായി മാറുന്നതിന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാരിയിങ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആവുന്ന സമയത്ത്, അതുപോലെ തന്നെ വൈസ് വേഴ്സ തിരിച്ചും ആവുമ്പോഴും ദ കമ്പനി ഷാൽ നോട്ട് കമ്പനി ഒരിക്കലും അതിൽ കൺവിക്റ്റഡ് ആയിരിക്കില്ല. ദ holders of the equity shares with the differential voting rights shall enjoy all other rights such as, അതായത് ദ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആ കമ്പനിയിലുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റ്സും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കോമൺ ഓർ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ ഇവർക്കും എല്ലാ തരത്തിലുള്ള റൈറ്റും എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് സച്ചസ് ബോണസ് ഷെയർസ്, റൈറ്റ് ഷെയർസ് എക്സെട്ര, ഇതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിച്ച് ദ ഹോൾഡേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ entitled to subject to the differential rights with the such shares have been issued. Where a company issue equity shares with a differential right, the register of members maintained under section 88. അപ്പോൾ ഒരു കമ്പനി ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് സെക്ഷൻ 88 അണ്ടറിലായിരിക്കണം ഈ ഒരു മെയിൻറ്റെനൻസ് ഉണ്ടാവേണ്ടത്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ഷാൾ കണ്ടെയ്ൻ ഓൾ ദ റെലവൻറ്റ് പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ അതിൽ എല്ലാ തരത്തിലുള്ള റെലവൻറ്റ് പർട്ടിക്കുലേഴ്സും വേണം. ദ റെലവൻറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഷെയർസ് സോ ഇഷ്യൂഡ് അലോങ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കണം. Explanation for the purpose of this rule. It is hereby clarified that differential right attached to such shares issued by any company under the provision
of Companies Act 1956 shall continue till such rights are converted with the differential right in accordance with the provision of the Companies Act 2030. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയുള്ള ഈ ഒരു റൂളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് അറ്റാച്ച്ഡ് ടു സച്ച് ഷെയർസ് ഇഷ്യൂഡ് ബൈ എനി കമ്പനി. ഏതെങ്കിലും ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഷെയർസിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ ഷാൽ കണ്ടിന്യൂ ടിൽ സച്ച് റൈറ്റ്സ് ആർ കൺവേർട്ടഡ് വിത്ത് ദ അത് എന്താണ് ഇത്തരത്തിലുള്ള റൈറ്റ്സ് കൺവേർട്ടഡ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കും. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 അണ്ടറിലായിരിക്കും ഈ ഒരു കൺവേർഷനിൽ ഉണ്ടാവുന്ന കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊവിഷൻ കമ്പനീസ് ആക്ട് 2013 അക്കോർഡൻസിലായിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്. നെക്സ്റ്റ് അതാണ് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. The board of directors shall inter disclose in the board report of the financial year in which the issue of equity shares with the differential right was completed. The following details അത് നെയിമിലി ഓരോന്ന് ആയിട്ട് പറയുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുന്ന ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഉണ്ടാവുന്ന റിപ്പോർട്ട്സ് ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. ഡിഫറൻഷ്യൽ റൈറ്റിൽ അലോട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. സെക്കൻഡ് വൺ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡിഫറൻഷ്യൽ റൈറ്റ് റിലേറ്റിംഗ് ടു വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഡിവിഡൻറ്റ്. അതുപോലെ തന്നെ ദ ഡീറ്റെയിൽ ഓഫ് ഡിഫറൻഷ്യൽ റൈറ്റിൻ്റെ ഡീറ്റെയിൽസും അത് റിലേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ്, ഡിവിഡൻറ്റ്, അതൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അതുപോലെ ദ പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ടു ദ ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്. അതുപോലെ തന്നെ percentage of shares with the differential right to the postal issue equity shares capital capital കൂടെ differential right issue at any point of time and percentages of voting right with the equity shares capital with the differential voting right shall carry to the total voting right of the aggregate equity share capital. അതിൻ്റെ പെർസെൻറ്റേജും ആവശ്യമാണ്. അതുപോലെ ദ പ്രൈസ് അറ്റ് വിച്ച് സച്ച് ഷെയർസ് ഹാവ് ബീൻ ഇഷ്യൂഡ്. ആ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് അറ്റ് പാർ ആണോ അല്ലെങ്കിൽ അറ്റ് പ്രീമിയം ആണോ എന്നുള്ള ആ ഒരു പ്രൈസിൻ്റെ ഇത് വേണം. അതുപോലെ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ കീ മാനേജീരിയൽ പേഴ്സൺ ടു ഹൂം സച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ്. ആ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണോ, സച്ചസ് പ്രൊമോട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺസ് ആവാം. അവരുടെ പർട്ടിക്കുലേഴ്സ്, അവരെക്കുറിച്ച് പർട്ടിക്കുലേഴ്സ് ആവശ്യമാണ്. ദ ചേഞ്ച് ഇൻ കൺട്രോൾ ഇഫ് എനി ഇൻ ദ കമ്പനി കൺസിക്വൻസ് ടു ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയിൽ ഒക്കർ ചെയ്യുന്ന കോൺസിക്വൻസസ് ഇൻ ദ ടൈം ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ച് കൺട്രോളിങ്. ദ ഡൈല്യൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ പെർസെൻറ്റേജ് ടു ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ്. അതുപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയർ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ അക്കോർഡൻസിലാണ് എന്നുള്ളതും. അതുപോലെ തന്നെ ദ പ്രീ പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അലോങ് വിത്ത് വോട്ടിംഗ് റൈറ്റ്. പ്രീ പോസ്റ്റിംഗ് ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വോട്ടിംഗ് റൈറ്റുമായിട്ടാണ് അലോങ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ആണ്. Conclusion. We have already understand that the shares with the differential voting right and the board of directors report. Rule 4 says that every company limited by shares may issue shares with the differential right as to dividend. അപ്പോൾ റൂൾ 4 നമ്മളോട് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഏതൊരു കമ്പനിക്കും ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ഡിഫറൻഷ്യൽ റൈറ്റ്സിലൂടെ ആസ് ടു ഡിവിഡൻറ്റ് വോട്ടിംഗ് പോലെ. DVR അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ആർ ടിപ്പിക്കലി ഇക്വിറ്റി ഷെയർസ് വിച്ച് ക്യാരി എ ഹയർ ഓർ എ ലോവർ. അത് ടിപ്പിക്കലി ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. അത്
ക്യാരി ചെയ്യുന്നത് കമ്പയർഡ് ടു എക്കണോമിക് റൈറ്റ് കൂടുതലും ഹയർ ഓർ ലോവൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ് ഇത് ക്യാരി ചെയ്യുന്നത് ഈ ഒരു DVR. സോ ഈ ഒരു ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് സിംപ്ലി മീൻസ് ജനറലി 1 ഷെയർസ് ക്യാരി 1 വോട്ടിംഗ് പവർ. ജനറലി ഒരു കോമൺ ആയിട്ട് 1 ഷെയറിന് ഒരു വോട്ടിംഗ് പവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് in case of differential voting rights 1 share carries more than 1 voting rights. നോർമലി ഒരു വോട്ടിന് ഒരു ഷെയർസിന് ഒരു വോട്ടിംഗ് പവറേ ഉണ്ടാവുള്ളൂ. ബട്ട് അണ്ടർ ദിസ് കേസിൽ 1 ഷെയർസ് ക്യാരി ചെയ്യുന്നത് മോർ ദാൻ 1 വോട്ടിംഗ് പവറാണ്. അതുപോലെ തന്നെ ക്യാരീസ് വിത്ത് ലെസ്സർ ദാൻ 1 വോട്ടിംഗ് റൈറ്റ്. 1 വോട്ടിങ്ങിനെ റൈറ്റിനേക്കാട്ടിലും കുറയാതെയും 1 വോട്ടിംഗ് റൈറ്റിൽ കൂടിയിട്ടും ഷെയർസിന് ക്യാരി ചെയ്യാനായിട്ട് വോട്ടിംഗ് റൈറ്റ് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. So this is all about shares with differential voting rights and board of directors report. Thank you.